അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിൻ്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ദൈവപിതാവിന് ആദ്യമായി നന്ദി പറയുന്നു. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ മഹത്വത്തിനായി ഈ സാക്ഷ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ പേര് റിൻസി ജോസഫ്. ഞങ്ങൾ ബഹ്റിനിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് പ്രശാന്ത്, ഇത് മൂത്ത മകൾ റൂത്ത്, മകൻ റാഫേൽ, റേച്ചൽ, ഇളയ മകൻ മിഖായേൽ. ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. സാക്ഷ്യങ്ങൾ കേട്ട് എനിക്ക് കൃപാസന മാതാവിനെ അടുത്തറിയണമെന്ന വലിയ ആഗ്രഹമുണ്ടായി. അതനുസരിച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു. പഴയ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കേട്ട് എനിക്ക് എത്രയും വേഗം ഇവിടെ വരണം എന്ന ആഗ്രഹമുണ്ടായി. ആ അവസരത്തിൽ ഞാൻ അവിടെ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ IELTS പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാം. എനിക്ക് ഉടമ്പടി വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ അമ്മയൊന്ന് കൊടുത്തു വിടണമേ. എന്നാൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സാകാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അമ്മ അത്ഭുതകരമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു വിടുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം ഹാളിൻ്റെ പുറത്ത് ഉടമ്പടി ഉപ്പ് ഇട്ടതിന് ശേഷം പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹാളിലേക്ക് കയറി. എനിക്ക് അത് വലിയ ലാംഗ്വേജ് ഒന്നുമുള്ള ആളല്ല, പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്കുണ്ടായി. ഞാൻ അവിടെ വന്ന എൻ്റെ കൂടെ എക്സാം എഴുതാൻ വന്നവരെ ധൈര്യപ്പെടുത്തുകയും അവർക്കെല്ലാം ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും ചെയ്തു. ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ എന്ത് പഠിച്ചോ അത് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി റിക്വയർഡ് സ്കോർ ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് നന്ദി പറയാനെന്ന വണ്ണം 2022 ഓഗസ്റ്റ് 17 ഇവിടെ കടന്നു വരികയും കുടുംബമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ തന്നെ മാതാവിനെ അവിടെ വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് വലിയൊരു സ്പാർക്ക് അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ പ്രദക്ഷിണമായിട്ട് ഇവിടെ വന്നത്. എനിക്ക് പാട്ട് പാടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്നിരുന്ന ആളുകളൊക്കെ എന്നെ നോക്കി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇതിവിടെ കടന്നു പോയത്. വാവിട്ട് കരയുകയായിരുന്നു. എനിക്ക് ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഉടമ്പടി എടുത്തു, ഞങ്ങൾ തിരിച്ചു ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അനുഭവം പിന്നെ കിട്ടിയില്ല. ഞാൻ ഉടമ്പടി പൂർത്തിയാക്കി. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവുമായിട്ട് എൻ്റെ ഉടമ്പടി 90 ദിവസം ഞാൻ പൂർത്തിയാക്കി. പ്രാർത്ഥനയെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തു പോന്നു. പക്ഷേ എനിക്ക് മാതാവിനോട് അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനാ ജീവിതമായി ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കുടുംബം ഒന്നിച്ച് പള്ളിയിൽ പോവും. അങ്ങനെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, ജപമാല ചെല്ലും, അങ്ങനെ കടന്നുപോയി. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമാവസ്ഥ ഉണ്ടായി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമാവസ്ഥ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരുന്നതിന് വേണ്ടിയാണ് അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾക്ക് നാലാമത് പ്രഗ്നൻ്റ് ആകുകയും അത് 2 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായി പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ മൂത്ത കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു 4ാമത് കുഞ്ഞുവാവ് വരാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇവർ വയറെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഇവർ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. എന്നാണ് ഈ കുഞ്ഞുവാവ് വരുന്നത്, ഇവർ ദിവസം എണ്ണാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അബോർഷനായി പോയി എന്നുള്ളത് പറയുവാനായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഞങ്ങൾ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞില്ല. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ അവിടെ ഇടവകയിലുള്ള സൗമ്യ ചേച്ചി
എന്നെ കാണുക. ആ ചേച്ചിക്ക് മുന്നേ ഒന്നും എന്നെ പരിചയമില്ല, ഞങ്ങൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പള്ളിമുറ്റത്ത് വെച്ച് പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞു, മോളെ കൃപാസന മാതാവിനെ കുറിച്ച് അറിയാവോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന്. ഞാൻ ആ വിഷമാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആ സന്ദർഭത്തിലാണ് ആ ചേച്ചി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ ഈ സാക്ഷ്യം യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേൾക്കുകയും അപ്പോൾ തന്നെ എനിക്ക് ആ പ്രാർത്ഥനയിലേക്ക് മാതാവ് എന്നെ തിരിച്ചു വിളിച്ച ഒരു സന്ദർഭമായിരുന്നു അത് മനസ്സിലാക്കി ഞാൻ അന്ന് രാത്രി തന്നെ ഉടമ്പടി എടുത്ത് ആ ചേച്ചി പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ആ ചേച്ചി അപ്പോഴെനിക്ക് തിരിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, ഉപ്പൊന്നുമില്ല. ആ ചേച്ചി എനിക്ക് ഉപ്പും കൊന്തയും മാതാവിൻ്റെ കാശുരൂപങ്ങളും എല്ലാം തന്നു, തേനും എല്ലാം തന്നു. അതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ വീണ്ടും സർവ്വശക്തിയോടെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ചേച്ചി സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് തിരി കത്തിച്ചപ്പോൾ ഹാർട്ട് വന്നു എന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചു, എനിക്ക് മാതാവിനെ അടുത്തറിയണം, പേഴ്സണലായിട്ട് എനിക്ക് മാതാവിനെ അനുഭവിച്ചറിയണം എന്ന് ആദ്യത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഞാൻ വെച്ചു. കാരണം അതിന് മുമ്പത്തെ ഉടമ്പടിയിൽ എനിക്ക് അത്ര ഒരു അനുഭവം കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് പിറ്റേ ദിവസം തന്നെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹാർട്ട് ഉയർന്നു വന്നു. അതിനുശേഷം ഹാർട്ട് വന്നു. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ പിറ്റേ ദിവസം തിരികെത്തിച്ചപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം കുരിശുരൂപം വന്നു. അതുപോലെ മെഴുകൊണ്ട് മാതാവിൻ്റെ ഒരു രൂപം, കാശുരൂപങ്ങൾ വരാൻ തുടങ്ങി. തിരികെത്തിച്ച് എന്ന് പ്രാർത്ഥിച്ചോ എനിക്ക് ഒരിക്കൽ പോലും ഒരു നിരാശപ്പെടേണ്ടി വന്നില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം മാതാവ് കാണിച്ചിരിക്കും. അതുപോലെ മുല്ലപ്പൂ സുഗന്ധമായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാതാവ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മാതാവിനോട് എന്തെന്നില്ലാത്ത ഭക്തി, മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊരൊറ്റ ത്വരയായി എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയുടെ ഒരു മകളായിട്ട് മാതാവ് എന്നെ മാറ്റി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷേ മാതാവ് എന്നെ ശരിക്കും ഉരുക്കി വാർത്തെടുക്കുകയായിരുന്നു. അതുപോലെ മാതാവ് എനിക്ക് ഭയങ്കര ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുള്ള ആളാണ്. ഞാൻ കൃത്യസമയത്ത് ഉറങ്ങണം, രാവിലെ 6 മണിക്കാണ് എണീക്കുള്ളൂ. അങ്ങനെ എനിക്ക് ഭയങ്കര നിബന്ധനയുള്ള ഒരാളായിരുന്നു. പക്ഷേ 3 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 2:58, 2:59 ആകുമ്പോൾ ഈ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ശബ്ദത്തിലാണ് മാതാവ് എന്നെ വിളിച്ചുണർത്തുന്നത്. മകളെ മകളെ എന്ന് വിളിക്കും. ആ വിളി കേൾക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലെ അച്ഛൻ പെട്ടെന്ന് ഞാൻ ചാടി എണീക്കും. അങ്ങനെയാണ് ഞാൻ ഈ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത്. 3 മണി തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ മിക്കവാറും ഞാൻ കിടക്കാൻ പോകാറില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്ക് ഒത്തിരി വിഷൻസ് തന്നു, ഒത്തിരി ദർശനങ്ങൾ തന്നു. കൃപാസന മാതാവ് എൻ്റെ മുറിയിൽ വന്നു. കൃപാസന മാതാവിൻ്റെ ഈ വെള്ളത്തിൻ്റെ അലയടിക്കുന്ന ഒരു ശബ്ദം കേട്ട് ഞാൻ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ഇരുട്ട്. ഞങ്ങളുടെ റൂമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റൂമിൽ ഈ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത് എന്താണോ അതേ രൂപം എൻ്റെ റൂമിൽ വന്നു. അതുപോലെ അതൊരു ദിവസം. അതിനുശേഷം അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. വെള്ളത്തിൻ്റെ ഇരമ്പൽ ശബ്ദം എല്ലാം കേട്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട എന്ന് എൻ്റെ ചെവികളിൽ എനിക്ക് കേൾക്കാം. അങ്ങനെ എന്നെ മാതാവ് ഒത്തിരിയേറെ ദർശനങ്ങൾ തന്നു. അങ്ങനെ മാതാവിൻ്റെ ഒത്തിരിയേറെ സ്നേഹം വാരിക്കോരി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമത്തെ നിയോഗം ഞങ്ങൾ വെച്ചിരുന്നത്, ദൈവഹിതമെങ്കിൽ ഒരു കുഞ്ഞിനെ കൂടി തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് രണ്ടാമത്തെ നിയോഗം വെച്ചത്. ആ നിയോഗം വെച്ചു. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഉടമ്പടി എടുത്ത് 15 ദിവസത്തിനകം, അപ്പോൾ ഓൾറെഡി എനിക്ക് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട്, അപ്പോൾ ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട, ഓൾറെഡി ഏജ് ഓവർ ആകാൻ പോകുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് റിസ്ക് എടുക്കണ്ട എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹോർമോൺ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്. പക്ഷേ പീരീഡ്സ് ഇങ്ങനെ 15 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആകുന്നു. അതുപോലെ ഹെവി ബ്ലീഡിങ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ആ സമയത്ത് ഇരുന്ന സമയത്താണ് മാതാവ് എന്നോട് പറയുന്നു, 15-ാം തീയതി ചെക്ക് ചെയ്ത് നോക്കുക, നീ പ്രഗ്നൻ്റ് ആയിരിക്കും, അത് ഒരു ആൺകുഞ്ഞായിരിക്കും, അവന് മിഖായേൽ മറിയം എന്ന് നീ പേരിടണം എന്ന് മാതാവ് എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ ചെവികളിൽ ഞാൻ കേട്ടു ആ ശബ്ദം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓർത്തു, എങ്ങനെ സംഭവിക്കും? ഒരിക്കലും മാതാവിനെ പോലെ ഞാനും മാതാവിന് ഈ മംഗളവാർത്താ സമയത്ത് മാതാവിനുണ്ടായ അതേ ഇത് എനിക്ക് പിന്നെ മാതാവിലുള്ള വിശ്വാസവും മാതാവിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും ഞാനത് പരിപൂർണമായിട്ടും വിശ്വസിച്ചു. ഞാൻ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടും ഈ കാര്യം പറഞ്ഞില്ല. അതൊരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓൾറെഡി എനിക്ക് പീരീഡ്സിൻ്റെ പ്രശ്നം, ഹോർമോൺ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങളത് മനസ്സിലേറ്റെടുത്തെന്നല്ലാതെ പുറത്തെ ആരോടും ഞങ്ങൾ പറഞ്ഞില്ല. 15-ാം തീയതി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഉടനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ പറ്റുകയില്ല, ഇനിയും ടെസ്റ്റുകളൊക്കെ ചെയ്യണം, ഇത് നോർമൽ പ്രഗ്നൻസി ആണെന്ന് തോന്നുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ തന്നെ മെഡിസിൻ വാങ്ങി കഴിക്കുകയും ഞങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിച്ചു. മിഖായേൽ എന്ന് പേരിടണമെന്ന് മാതാവ് പറഞ്ഞെങ്കിൽ മാതാവ് തന്നെ തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി.
അതിനുശേഷം മിഖായേൽ എന്ന പേരിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഞങ്ങളെല്ലാം ഇവരുടെ എല്ലാം പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് R എന്ന ലെറ്ററിലാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എന്തിടണം എന്നുള്ള പേര് ഓൾറെഡി ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ മാതാവ് എന്നോട് ബൈബിൾ എടുത്ത് തുറക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചു. അത് ഹൈലൈറ്റ് ചെയ്താണ് ഞാൻ കണ്ടത്. അവൻ മിഖായേൽ എന്നറിയപ്പെടും. അവൻ നിലവിലുള്ള 3 രാജാക്കന്മാരിലും പ്രബലനായിരിക്കും എന്നൊരു തിരുവചനം. പിന്നെ ഒന്നും സംശയമില്ല, അങ്ങനെ തന്നെ പേരിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം മറിയം എന്ന പേര് കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ അതും പിന്നെ സംശയമായി. മറിയം എൻ്റെ പേര് കൂട്ടിയിടണം സംരക്ഷണത്തിനായി എന്നാണ് അമ്മ പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു, മറിയം എന്ന ആൺകുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് തുറന്നപ്പോൾ ഒരു വീഡിയോ ഓപ്പണായി വരികയാണ്, ഒരു ഷോർട്ട് വീഡിയോ, ഒരു റീൽസ്. അതിൻ്റെ അകത്ത് ഒരു ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. ബ്രദർ പറഞ്ഞു, എനിക്ക് 7 ആണോ 8 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ആൺമക്കളാണുള്ളത്. ആ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ സംരക്ഷണത്തിനായി മാതാവിൻ്റെ പേര് കൂട്ടി എണ്ണിട്ടിരിക്കുന്നത്. യോഹന്നാൻ മറിയം, ലൂക്കാ മറിയം, മത്തായി മറിയം, അങ്ങനെയാണ് അവരുടെ പേര് എന്ന് ആ ബ്രദർ സാക്ഷ്യം പറയുവാണ്. പിന്നെ ഒന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഇവന് മിഖായേൽ മറിയം എന്ന് ഞങ്ങൾ ഉറച്ച് തീരുമാനമെടുത്തു. അത് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മിഖായേൽ മറിയത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് അടുത്ത ഒരു സാക്ഷ്യം. 5ാം മാസത്തിലെ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഒന്നും കാണുന്നില്ല, എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാണ് ഡോക്ടറുടെ മുഖവും സംസാരവും ഒക്കെ. സ്കാനിങ്ങിന് ഞാൻ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല. നമ്മൾ ഓൾറെഡി സ്കാനിങ് ചെയ്യുന്ന റൂമിൻ്റെ പുറത്ത് അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ടതിന് ശേഷമാണ് ഞാൻ സ്കാനിങ്ങിന് ചെന്നത്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും പതറിയില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഒന്നും കാണുന്നില്ല, പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോഴും ഡോക്ടർ പറയുന്നു, സ്പൈനൽ കോഡ് കാണുന്നില്ല, മിക്കവാറും ഇത് ബേബി ഗേൾ ആകാനാണ്, ആയിരിക്കാം എന്നൊക്കെ. അങ്ങനെ ഒരു സംശയത്തിലാണ് മൊത്തത്തിൽ പറയുന്നത്. ഡോക്ടറുടെ മുഖവും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ആകെ പെട്ടെന്ന് എത്ര വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്നൊരു ഷോക്ക് പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഇനി ഒന്നും കൂടെ ഒന്ന് പോയി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കണ്ണടച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മയെ ഇത്രയും കൂട്ടുപിടിച്ച് അമ്മയുടെ ഇത്ര അനുഭവം കിട്ടിയത് സത്യമാണെന്ന് എനിക്കറിയാം. നമുക്ക് 2 പേർക്കും ആണ് ഈ കാര്യങ്ങൾ അറിയാവുന്നത്. അമ്മ ഇത്രയും കൂട്ടായിട്ട് അമ്മ എന്നെ തള്ളിക്കളയരുതേ. അതുപോലെ എനിക്ക് കുഴപ്പമില്ല, പെൺകുഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് 2ഉം സന്തോഷമാണ്. പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസം പതറിപ്പോകാതെ അമ്മ കാത്തുകൊള്ളണേ എന്ന് ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യപ്രവർത്തികളുടെയും അതിൻ്റെ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടെങ്കിൽ അമ്മേ എനിക്കിത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ പുണ്യം ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, 40 വർഷം അച്ഛൻ അർപ്പിച്ച എല്ലാ കുർബാനയുടെ യോഗ്യതയാലും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നടന്നിട്ടുള്ള എല്ലാ ആരാധനയുടെ യോഗ്യതയാലും ഞാൻ പ്രാർത്ഥിക്കുന്നു, അമ്മേ ഈ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് ഈ തിരുവൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ, അമ്മയുടെ സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഞാൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ആ സാക്ഷ്യം പറയുന്ന മുറി മുഴുവൻ ഒരു ചാര നിറമാണ്. ഞാൻ കർട്ടനിലേക്ക് നോക്കി, എനിക്കിത് എന്നാണെന്ന് മനസ്സിലാകുന്നില്ല. കർട്ടൻ നോക്കിയപ്പോൾ ചാര കളർ, അതുപോലെ വാഷ് ബേസിന് എല്ലാം അവിടെ ആ റൂമിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ചാര കളറിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർ പറയുവാണ്, കണ്ടു, എല്ലാം നോർമലാണ്, എ ഹെൽത്തി ബേബി ബോയ് എന്നാണ് എന്നോട് പറഞ്ഞത്. യാതൊരു കുറവും കൂടാതെ അമ്മ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ അമ്മ ഞങ്ങളുടെ കുഞ്ഞിനെ യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തന്നു. അതുപോലെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് വേദന ഉണ്ട്. എനിക്കതുപോലെ അമ്മയൊന്നും ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവർക്ക് ചേട്ടായുടെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കോ ഒന്നും വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മേ എൻ്റെ അമ്മ കൃപാസനം അമ്മയാണ്, അമ്മ എൻ്റെ ഡെലിവറി എടുത്തു തരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് വേദനയില്ലാത്ത പ്രസവമാണ് നിനക്ക് നടക്കാൻ പോകുന്നത് എന്നമ്മ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്തു വേദനയില്ലാത്ത പ്രസവം. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പെയിൻലെസ് ഡെലിവറിയോ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉണ്ട്, പക്ഷേ ഇതുവരെ ആരും ചെയ്തിട്ടില്ല, അങ്ങനെ അത് ഒത്തിരി കാലമായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഒരാൾ പോലും ആ ഡെലിവറി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ല അതിന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യുവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡെലിവറിക്ക് വേണ്ടി ബുക്ക് ചെയ്തു. അതിനുവേണ്ടി ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്യണം, അതിന് ഇന്ന ദിവസം വരണം എന്നൊക്കെ പറഞ്ഞു. ആ ടെസ്റ്റൊന്നും ചെയ്തില്ല. അതിന് മുൻപേ തന്നെ ചെക്കപ്പിന് ഒരു ദിവസം ചെന്നപ്പോൾ മാതാവ്
അതുപോലെ ഒരു ദിവസം അവിടെ ചെക്കപ്പിന് ചെന്നപ്പോൾ എനിക്ക് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഇച്ചിരി ഉപ്പെടുത്ത് അവിടെ ഇടാനായിട്ടൊരു പ്രേരണ കിട്ടി. വിശ്വാസ പ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഉപ്പിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് എൻ്റെ ഈ ബേബിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടി പോയത്, NST ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കയറ്റിയിട്ട് അവർ പറഞ്ഞു, കൊച്ചിൻ്റെ കോഡ് ചുറ്റിയിരിക്കുകയാണ്, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. അമ്മ പറഞ്ഞതാണല്ലോ പെയിൻലെസ് ഡെലിവറി ആണെന്ന്, പിന്നെ ഇതെങ്ങനെ ഓപ്പറേഷനായി എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ലല്ല, ഇപ്പോൾ കോഡ് ചുറ്റിയിരിക്കുകയാണ്, നിങ്ങൾ അതിന് ഡെലിവറിക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എമർജൻസി ആയി പോവും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, ഓപ്പറേഷന് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ ആകെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ അവിടെയും മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി കയറ്റിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കാൻ അവിടെ ഒരാളുമില്ല, വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രൈവ് ചെയ്താണ് ചെക്കപ്പിന് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വണ്ടി പുറത്ത് കിടക്കുന്നു, ഞങ്ങൾക്ക് അവിടെ സഹായിക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല. അപ്പോൾ മാതാവ് അവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഡോക്ടർ സീന എന്നെ വിളിച്ച് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ഞാൻ മാതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും. നിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം സുഖമായെന്ന് കേട്ടിട്ട് മാത്രമേ ഞാൻ ഈ തിരി ഊതുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ അങ്ങോട്ട് എന്നെ അങ്ങോട്ട് മാറ്റുന്നത്. അത്രയ്ക്കൊരു മാതാവ്. ഞാൻ അന്നേരം എൻ്റെ കണ്ണീന്ന് കണ്ണീര് പോയി. ഞാൻ കിടക്കുവാണ്, 2 വശത്തു കൂടെയും കണ്ണീരൊഴുകുവാണ്. അപ്പോൾ സിസ്റ്റർമാരെന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ ധൈര്യപ്പെട്ടിരിക്കും, നീ നേഴ്സാണ് ധൈര്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ അതുകൊണ്ടല്ല കരഞ്ഞത്. എന്നെ അമ്മ ഇത്രത്തോളം സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എൻ്റെ കണ്ണീന്ന് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആളെ കൂടി തീരുമാനിച്ചതിന് ശേഷമാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അമ്മ കയറ്റിയത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച, അമ്മ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യണം, അമ്മയും ഈശോയും കൂടി ചെയ്യണം, അതുപോലെ അമ്മ തന്നെ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബൻഡ് അമ്മയുടെ ഉടമ്പടി തൈലം കുരിശ് വരച്ചാണ്, കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ കുരിശ് വരച്ചാണ് ഞങ്ങളുടെ കയ്യിലേക്ക് സ്വീകരിച്ചത്. അതുപോലെ ഞങ്ങൾ എപ്പം പുറത്ത് പോയാലും, ഈ കുഞ്ഞുങ്ങളുമൊത്ത് ഞങ്ങൾ പോയാലും, സ്കൂളിൽ പോയാലും, ഡ്യൂട്ടിക്ക് പോയാലും, വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുന്നോ അപ്പം ഞങ്ങൾ അമ്മയുടെ ഉടമ്പടി തൈലം നെറ്റിൽ കുരിശ് വരച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ഒരു സംരക്ഷണവും സഹായവും എപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വാഹനത്തിനായാലും ഇതുവരെ ഒരു പോറൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എത്രയേറെ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും അതിലെല്ലാം പിടിച്ചു നിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരുന്നത് ഈ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളാണ്, പ്രത്യേകിച്ച് ഉടമ്പടി തൈലം. അത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും പുറത്തിറങ്ങുന്നത്. അതിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഒന്നല്ല, സമയം ചുരുക്കം പോലും ഞാനത് പറയുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും കൊച്ചിനൊരു ചെറിയ പനി പോലും വരാൻ അമ്മ അനുവദിച്ചില്ല. വളരെ കൃത്യമായിട്ട് മാതാവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നു. അതുപോലെ എന്നെ നോക്കാൻ വന്ന നേഴ്സുമാരെല്ലാം, ഞാൻ കാണുന്നത് ഒരു സിസ്റ്റർ വലിയ കൊന്തയിട്ടുകൊണ്ട് എന്നെ രാത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് ഉള്ളിരുന്ന് പറയുവാണ്, കൃപാസനത്തിലെ ആളാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സിസ്റ്റർ ഭയങ്കര തിരക്കിലാണ്, അപ്പോൾ അവിടെ സ്റ്റാഫും കുറവാണ്. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകില്ല എന്നോർത്ത് ഞാൻ മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും അമ്മ എന്നോട് പറയാണ്, ചോദിക്ക് കൃപാസനത്തിലെ ആളാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ധൈര്യപ്പെട്ട് തന്നെ ഞാൻ ചോദിച്ചു, കൃപാസനത്തിലെ ആളാണോ എന്ന് ചെറിയ ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ ഞെട്ടിയിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ കൊന്ത ഇട്ടിരിക്കുന്നല്ലോ എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കൊന്തയൊന്നും ഇട്ടിട്ടില്ല, ചേച്ചിക്ക് തെറ്റിപ്പോയതാണ്, എവിടെയാണ് കൊന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് വലിയ കുരുവുള്ള കൊന്ത സിസ്റ്റർ യൂണിഫോമിൻ്റെ പുറത്തു കൂടി ഇട്ടിരിക്കുവാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ എന്നിട്ട് അകത്തേക്ക് വന്ന് എന്നെ കാണിച്ചു തന്നു ഇന്നറിനുള്ളിൽ കുത്തി വെച്ചിരിക്കുന്ന ഒരു ഉടമ്പടി കാശുരൂപം. ആ കാശുരൂപമാണ് ആകെ ഉള്ളതുള്ളൂ, അവിടെ ഒരിക്കലും കൊന്തയൊന്നും അനുവദിക്കുകയില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇതാണ് എൻ്റെ ആകെ ഉള്ളത്, അതെങ്ങനെ മനസ്സിലായി, ഞാൻ കൃപാസനത്തിലാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ട കാര്യങ്ങളുമാണ് ഞങ്ങൾ ഷെയർ ചെയ്തത്. അതുപോലെ ഞാനിപ്പോൾ എവിടെ പോയാലും, ഒരു മുടി വെട്ടാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ ദിവസം, അവിടെ സംഭവിച്ചതും ഇത് തന്നെ. ഞാൻ മാതാവിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എവിടെ ഒരു കടയിൽ ചെന്നാൽ അവർ പറയുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ്. അങ്ങനെ എവിടെ ചെന്നാലും മാതാവ് എനിക്ക് ഒത്തിരിയേറെ പേരെ തരുവാണ് മാതാവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ. അതുപോലെ എനിക്ക് വളരെ നാണമുള്ള ഒരാളാണ്, മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ എനിക്ക് അവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവമാണ്. പക്ഷേ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, പ്രഭാഷകൻ 15:5 എന്ന വചനം എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അത് തുറന്നു നോക്കിയപ്പോൾ സമൂഹമധ്യേ സംസാരിക്കാൻ കഴിവ് നൽകുന്നുവെന്ന്. ആ വചനം കിട്ടിയതിൽ പിന്നെ എനിക്ക് ആരോടും മാതാവിനെക്കുറിച്ച് പറയാൻ ഒരു ലജ്ജയുമില്ല. അവരെന്ത് ചിന്തിക്കുമെന്നോ അതോ നോൺ ക്രിസ്ത്യൻസോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. അവരോടെല്ലാം മാതാവിനെക്കുറിച്ച് പറയുവാനായിട്ട് മാതാവ് എനിക്ക് കൃപ തന്നു. അങ്ങനെ അതാണ് ഒരു കാര്യം. പിന്നെ കൊച്ചിൻ്റെ മാമോദിസ മാതാവിൻ്റെ ഒരു തിരുനാളിനായിരിക്കുമെന്ന് എന്നോട് മാതാവ് പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ വികാരിയച്ഛനോട് ചെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊരിക്കലും സാധ്യതയില്ല, കാരണം അവിടെ ഒബ്ലിഗേഷൻ മാസ് ഉള്ള ദിവസം 4-5 കുർബാന ഉണ്ടായിരിക്കും, അപ്പോൾ ഭയങ്കര തിരക്കാണ്, ഒരിക്കലും നടക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല എന്നോർത്ത് ഞാൻ
പ്രാർത്ഥിച്ചു. അത് അപ്പോൾ ഇതാ അവിടുത്തെ ബിഷപ്പിന് ഒഴിവുള്ളത് ഓഗസ്റ്റ് 15-നാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് 15-ന് ഈ കുഞ്ഞിൻ്റെ മാമോദിസ നടത്താമെന്ന് പറഞ്ഞ് ബിഷപ്പ് തന്നെ നടത്തുകയും മാതാവ് എത്രത്തോളം നല്ലതായിട്ട് അവിടെ ക്രമീകരിച്ചു തന്നെന്ന് ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ അപ്പം ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് വെള്ള ഉടുപ്പ് പിടിച്ച് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മാതാവിനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതേ കരഞ്ഞുപോയി. പ്രേക്ഷ്യപ്രവർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ കാണുന്നോ അവരോട് മാതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് എൻ്റെ അനുഭവസാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ കുഞ്ഞുണ്ടായ കാര്യവും മാതാവ് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും എന്നെ വചനം പഠിപ്പിച്ചതും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. മിക്കവാറും അവർ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകുന്നത്. സന്തോഷത്തോടെ കരഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നോൺ ക്രിസ്ത്യൻസോ ഒന്നും അങ്ങനെയുള്ള പലരും എൻ്റെ കയ്യിൽ നിന്ന് ഈ കാശ് രൂപം മേടിക്കുകയും ഒത്തിരി പേര് ഞാൻ മൂലം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അവർക്കൊക്കെ ഓരോ അനുഭവങ്ങൾ കിട്ടുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം ഇവിടെ വന്ന് നിരാശരായി മടങ്ങിപ്പോകാൻ അനുവദിക്കരുതേ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമൊക്കെ അവിടെ അടിച്ചു വാരാൻ വരുന്നവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പം ഞങ്ങൾ വണ്ടി എടുത്ത് പോകും. സാലറി കിട്ടിക്കഴിയുമ്പോൾ വഴി കാണുന്ന റോഡ് അടിച്ചു വാരുകയും അങ്ങനെയുള്ള ആളുകൾക്ക്, ബംഗാളികൾക്ക് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കുകയും ചെയ്തു. അതുപോലെ പല നാട്ടിലേക്ക് എൻ്റെ അമ്മ വഴിയായിട്ടും ഞങ്ങളങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഒരു മരിക്കാറായി കിടക്കുന്ന ഒരു രോഗിക്ക് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതിനൊന്നും എനിക്കൊരു മടിയും തോന്നുന്നില്ല. എൻ്റെ സാലറിയുടെ ഒരു ഇത്ര ശതമാനം ഞാൻ ചേട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് ആരെ കാണുമ്പോൾ എനിക്കിത് കൊടുക്കണം തോന്നുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടി ചില്ലറയായിട്ട് എനിക്ക് തരണം എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് ചില്ലറയായിട്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആരെ കാണുന്നു അവരെ കാണുമ്പോൾ ഞാൻ വണ്ടി നിർത്തി അവർക്ക് ആ പൈസ കൊടുത്തതിന് ശേഷമാണ് ഞാൻ മടങ്ങി പോകാറുള്ളൂ. അതാണ് അടുത്ത കാര്യം. പിന്നെ അടുത്ത ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ യുദ്ധമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ സാക്ഷ്യം ദൈവമഹത്വത്തിനായിട്ട് അനേകരുടെ മുന്നിൽ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അമ്മ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു തടസ്സവും കൂടാതെ നാട്ടിൽ വരാനും ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ ഇന്നലെ ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനും അമ്മ അവസരം തന്നു. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഒത്തിരി തിരക്കുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ രൂപം വഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാരമില്ല, ഒത്തിരി പേരുള്ളതുകൊണ്ട് എനിക്ക് തിരിയാണെങ്കിലും തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ടോക്കണൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ലാസ്റ്റ് നിന്ന് എന്നെ ആ ചേച്ചി വിളിക്കുകയും എനിക്ക് ഒരു ടോക്കൺ തന്നു. ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ മാതാവ് എന്നെഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് പിന്നെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര സന്തോഷമായി. മാതാവിനെ വഹിച്ചുകൊണ്ട് അവിടുന്ന് ഇവിടം വരെ പ്രദക്ഷിണം നടത്തുവാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എന്തൊരാവശ്യത്തിന് പ്രാർത്ഥിച്ചാലും അതിന് മുൻപേ തന്നെ അമ്മ അത് ചെയ്തു തരുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഞങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് ഞങ്ങൾ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഉണർന്ന് പ്രക്ഷോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിരട്ട ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റിൻസി ജോസഫ് കണ്ണൂർ തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതവും ഉടമ്പടിയിൽ എപ്രകാരമായിരിക്കണം എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഈ മകളെ അൽത്താരക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. തനിക്ക് IELTS പാസ്സാകുവാനും അതിനെ തുടർന്ന് തങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായ 4ാമതൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും പരിശുദ്ധ മാതാവ് ചെയ്തു. അതിനു മുമ്പാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുമെങ്കിലും ടോക്കുകളിലൊക്കെ പറയുന്നത് പോലെ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ പറയുന്നത് പോലെ തനിക്ക് 4ാമത് കൺസീവായ അബോർഷനായിട്ട് പോവുകയും തുടർന്ന് സങ്കടങ്ങളുടെ കടന്നു പോകുമ്പോഴും ഉടമ്പടിയിൽ നിന്നൊക്കെ മാറുമ്പോൾ ഒരു സ്ത്രീയിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പൂർണ്ണമായിട്ടും തിരിച്ച് തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ മകളെ ഒരുക്കുകയായിരുന്നു. എന്നാൽ ആ ഒരുക്കത്തോടും പ്രാർത്ഥന കൂടെ പോകുമ്പോൾ ഇവിടെ നിയോഗത്തിൽ 4ാമതൊരു കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം പരിശുദ്ധ അമ്മ അത് സാധിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് 4ാമതൊരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുകയും ആ മകൻ മിഖായേൽ മറിയമെന്ന പേര് നൽകുകയും അതിനെ തുടർന്നാണെങ്കിലും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എവിടെയെല്ലാം ചെന്നിരുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും തനിക്ക് വേണ്ടി ആ ഒരു പ്രസവ സമയത്താണെങ്കിൽ പോലും തനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ആളെ വെച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഈ കുടുംബത്തിന് വളർന്നു വരുവാനായിട്ടൊക്കെ സാധിക്കുക ചെയ്തത് പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് ആശ്രയിച്ചുള്ള ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇവർ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ
ഇനി ഇവരെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്നും ഒപ്പം ഈ അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കുന്ന നമ്മുടെ എല്ലാവിധമായ ആവശ്യങ്ങളും പരിശുദ്ധമ്മയോട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.